അങ്ങനെ അവളും ഇവന് കിട്ടിയത് 6 കാർഡെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറെ സംസാരിച്ചു നോക്കിയതാ. പക്ഷെ അവസാനം വരെ അവനതാരാന്ന് ഇവളോട് പറയത്തില്ല. അങ്ങനെ ക്ലാസ്സിലേക്ക് വന്ന സിയാൻ അവളുടെ കൂട്ടുകാരിയും കൂടെ ഇവർ രണ്ടുപേരും പരസ്പരം എന്ത് ചെയ്തിട്ടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം രണ്ടുപേരും എന്തായാലും ഇതുവരെ നീ ആഗ്രഹിച്ച ഒരു സാധനം തന്നെയാന്ന് പറഞ്ഞിട്ട് അവരും പറയാ ചുമ്മാ ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ക്ലാസ് കഴിഞ്ഞിട്ട് സിയാന്റെ കൂട്ടുകാരെ കാണാൻ വേണ്ടി യുവാൻ അവിടേക്ക് വരും. അതിനേശ് ഇത് കാണുന്ന സിയാനും നിന്റെ ആഗ്രഹം ഇതോടങ്ങ് തീരെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് യുവാൻ ഇവളെ കണ്ട് എനിക്കാ നിന്റെ കാർഡ് കിട്ടിയെന്ന് പറഞ്ഞ് അവളോട് ആ കാര്യം പറയുമ്പം ഇത് കേട്ട് അവൾ ശരിയായി. എങ്കിൽ പിന്നെ സിയാൻ എന്താഗ്രഹമായിരിക്കും എഴുതി വെച്ചെന്ന് പറഞ്ഞ് അവൾ ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവാനും നിന്റെ ആഗ്രഹം സഹായിച്ചു തരാൻ വേണ്ടി നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പോയാലെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതേസമയം ഇവിടെ സിയാനും ലൈബ്രറിയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന യാൻഷങ്ങും ഇവളുടെ ആഗ്രഹം സഹായിച്ചു തരാൻ വേണ്ടി അവൻ ആ ഹിപ്പാറ്റിയ ഫ്രണ്ട് എന്ന് പറയാൻ വേണ്ടി നിൽക്കും. അതുകൊണ്ട് അവൻ അടുത്തേക്ക് ചെന്നിട്ട് ഇവൻ എഴുതി വെച്ച മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ട്, ആ ലിങ്ക് നിനക്കിട്ട് പണിയെടുത്തോന്ന് പറഞ്ഞ് അവൻ അടുത്തേക്ക് വന്നിരിക്കും. അപ്പോഴാണ് അവളും ദേഷ്യത്തി ഇതൊക്കെയാണോ നിന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞ് അവളും ദേഷ്യത്തി ഇവനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും ബോയ് ഫ്രണ്ട് ഉണ്ടായിട്ട് നീ എന്താ നീ മത്സരത്തിൽ പങ്കെടുത്തെന്ന് പറഞ്ഞ് അവനും ചുമ്മാ ചോദിച്ചു മനസ്സിലാക്കാൻ നോക്കുമ്പം അവൾ ഇതിട്ട് ഷോക്കായി എനിക്ക് ഇത് ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് അവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ കൺഫേം ആവും സത്യത്തിൽ ഇവൾ സിംഗിൾ ആണെന്ന്. അതിനേശ് ഇവൾ വെള്ളം എടുക്കാൻ പോയ സമയത്ത് അവൾ പഠിച്ചുകൊണ്ടിരുന്ന ബുക്ക് നോക്കുമ്പോഴാണ് സത്യത്തിൽ ഇവളാ ഹിപ്പാറ്റിയാന്ന് അവനൊന്നും കൂടെ ഉറപ്പാകും. അപ്പോഴാണ് ഇവളുടെ ഫോണിൽ ആ 3 ഹാർട്ടുള്ള ആ കോണ്ടാക്ട് ചെയ്യുന്ന കോൾ വരുന്നത്. അങ്ങനെ വിളിക്കുന്ന അവളുടെ അമ്മൂമ്മയാ. പക്ഷെ 2-3 പ്രാവശ്യം ഇങ്ങനെ കോള് വീണ്ടും വരുമ്പം ഇവന് നൈസിന് അതാരാന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് നോക്കും. അപ്പോഴാണ് സംസാരിക്കുന്ന അവളുടെ അമ്മൂമ്മയായിരിക്കും. അതുകൊണ്ട് അവനെ ആശ്വാസത്തിൽ അവൾ വെള്ളം എടുക്കാൻ വേണ്ടി പോയേക്കും അമ്മൂമ്മയെന്ന് പറഞ്ഞ് അവരായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന അവളാണ് നീ എന്തിനാണ് എന്റെ ഫോണൊക്കെ എടുത്തെന്ന് പറഞ്ഞിട്ട് അവളും ഫോൺ വാങ്ങിച്ച് അവളുടെ അമ്മൂമ്മയായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അമ്മൂമ്മയും ഇപ്പൊ സംസാരിച്ച ആരെ ഇവളുടെ ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൾ ഷോക്കായിട്ട് അതിന്റെ ബോയ് ഫ്രണ്ട് ഒന്നുമില്ല ജസ്റ്റ് ഒരു ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് അവളുടെ അമ്മൂമ്മയായിട്ട് സംസാരിച്ച് ഫോൺ കട്ട് ചെയ്യും. അതിനേശം അവൾ അവനോട് ദേഷ്യത്തി ഇവൻ എന്തിനാ ഫോൺ എടുത്ത് അമ്മൂമ്മയായിട്ടൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവനും അപ്പൊ സത്യത്തിൽ നിനക്ക് ബോയ് ഫ്രണ്ട് ഇല്ലെന്ന് പറഞ്ഞ് വീണ്ടും ചോദിക്കും. അതോടെ അവൾ ദേഷ്യത്തി നിന്നോട് ഇത് ആരാടാ പറഞ്ഞെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവനും ഇന്നലെ നീയല്ലേ ഡേറ്റിന് പോയെന്ന് അവനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയും. അപ്പോഴാണ് അവൾ പറയുന്നത് ഞാൻ ഒരാൾ കാണാൻ പോയതിനാ ഡേറ്റ് എന്ന് പറഞ്ഞ് അല്ലാതെ ബോയ് ഫ്രണ്ടുമായിട്ട് കറങ്ങിയതല്ല ഡേറ്റ് എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കും. അതിനേശം അവൾ ഇന്നലെ കാണാൻ പോയത് അവളുടെ ഹിപ്പാറ്റിയ ഫ്രണ്ടിനെയാന്ന് പറയുമ്പം അവന് സന്തോഷത്തി എങ്കിൽ പിന്നെ ഇതൊക്കെ നേരത്തെ പറയണ്ടേ മോളെന്ന് പറഞ്ഞിട്ട് അവൻ ഇവളോട് ഇവൻ ആ ഫ്രണ്ട് എന്ന് പറയാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. പക്ഷെ ഇപ്പൊ പറയാണ് ആ ഒരു ടിസ്റ്റോ എന്ന് പറഞ്ഞിട്ട് അവൻ ആ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇതേ സമയം ഇവിടെ ഇവാനും അവളെയും വിളിച്ചോണ്ട് അവന്റെ ഷൂട്ടിംഗ് പ്ലേസിലേക്ക് വരും. അപ്പോഴാണ് അവള് സർപ്രൈസ് ആയിട്ട് ഇവിടാണ് നീ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടെ അകത്തേക്ക് കയറി ചെല്ലും. അപ്പോഴാണ് അവനും നീ പറഞ്ഞ ആഗ്രഹം പോലെ തന്നെ നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഒരു കപ്പിൾ ഷൂട്ട് എടുക്കാൻ പോകാന്ന് പറയും. അതോടെ അവളാണ് സന്തോഷത്തി അപ്പൊ സിയാൻ എനിക്ക് വേണ്ടി ഇത് ആഗ്രഹം ഇതാണെന്ന് പറഞ്ഞിട്ട് അവൾ മൊത്തത്തിൽ അങ്ങ് ഹാപ്പി ആകും. അതിനേശം ഇവർ രണ്ടുപേരും കൂടെ കുറെ ഫോട്ടോസ് എടുക്കുമ്പോൾ സിയാൻ കാരണം ഇതൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ സന്തോഷത്തി അവന്റെ കൂടെ കുറെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കും. അതേസമയം യുവാൻ അവളോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവൻ ഇതിനൊക്കെ സമ്മതിച്ചത്. അതിനേശം ഇവിടെ ടോങ്ങാണ് പൂച്ചയ്ക്കൊക്കെ പുറത്ത് ഫുഡ് എടുത്തോണ്ടിരിക്കുമ്പം അവിടേക്ക് ഇവളെ കാണാൻ വേണ്ടി ഷീയും വരും. പക്ഷെ അവള് പ്രതീക്ഷിച്ച യാൻഷങ് ആയിരിക്കും ഇവളുടെ ആ കാർഡ് എടുത്ത് ഇവിടേക്ക് വരുന്നതെന്ന്. അപ്പോഴാണ് ഷീയും പൂച്ചകൾക്ക് ഒന്നിച്ച് ഫുഡ് ചെയ്യുന്ന കാർഡ് എനിക്കാ കിട്ടിയെന്ന് പറഞ്ഞ് അവൻ ആ പൂച്ചയ്ക്ക് ഫുഡ് എടുത്ത് കൊടുത്തോണ്ടിരിക്കും. കാരണം ഇവളുടെ ആഗ്രഹം യാൻഷങ്ങിന്റെ കൂടെ ഒരുമിച്ച് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന്. അതിനേശം ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് സിയാന്റെ കൂട്ടുകാർ ഓടി വന്ന് സന്തോഷത്തിൽ ഇവളെയും കിസ് ചെയ്യും. അപ്പോഴാണ് അവൾ ഷോക്കായിട്ട് എന്തോ ആടി സംഭവിച്ചെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പം നീ കാരണം എന്റെ ജീവിതത്തിലെ സന്തോഷമായിട്ടുള്ള ദിവസം ഇതായിട്ട് മാറിയെന്ന് പറഞ്ഞ് അവൾക്ക് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനേശം ഇവളുടെ ആഗ്രഹം സഹായിച്ചെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം സിയാനും എനിക്ക് നീ എന്തോ ആഗ്രഹം ചെയ്തെന്ന് പറഞ്ഞ് അവളും ചോദിക്കും. അപ്പോഴാണ് ഇവളും നിന്റെ ഹിപ്പാറ്റിയ ഫ്രണ്ടിനെ കാണാൻ പോകുന്ന കാര്യം അതിനകത്ത് എഴുതി വെച്ചെന്ന് പറയും. പക്ഷെ സിയാനാണ് അവൾ ഹിപ്പാറ്റിയ ഫ്രണ്ടിനല്ല ആ യാൻഷങ്ങിനെ കണ്ടുമുട്ടിയെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് കൂട്ടുകാർ ഭയങ്കര ഇൻട്രസ്റ്റോടെ യാൻഷങ്ങോ എന്തോ സംഭവിച്ചു നിങ്ങൾ തമ്മിൽ എന്നിന് അവളടുത്തേക്കും ചോദിക്കുമ്പം ഇവള് നിനക്ക് പരിദൂഷണം പറയുന്ന അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവളങ്ങ് സൈലന്റ് ആകും. അതേസമയം ഇവിടെ ലിങ്ങും സിയാന്റെ അടുത്ത് നിന്ന് ആ മാത്സ് പ്രോബ്ലം വാങ്ങിച്ചോണ്ടെന്ന് തിരിച്ച് യാൻഷന്റെ കൊടുക്കുമ്പം അവൻ ഈ പ്രോബ്ലം സത്യത്തിൽ നീയാണോ സോൾവ് ചെയ്തെന്ന് ചോദിക്കും. അപ്പോഴാണ് ലിങ്ങും സിയാന്റെ കൊടുത്ത് ചെയ്യിപ്പിച്ച കാര്യം എന്ന് പറയാതെ നിനക്ക് ഈ പ്രോബ്ലം സോൾവ് ആയ പോരെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനെ ശിവൻ അവൾ ചെയ്ത പ്രോബ്ലം വെച്ച് ആ ഹിപ്പാറ്റി എഴുതിയ ഹാൻഡ് റൈറ്റിംഗ് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് രണ്ടും ഒന്നാന്ന് ഇവന് മനസ്സിലാവും. അതുകൊണ്ട് അവന് കൂടുതൽ സന്തോഷത്തിരിക്കും. അതിനേശം അടുത്ത ദിവസം ഇവന് കറക്റ്റ് അവളുടെ അടുത്തേക്ക് വന്നിരിക്കുമ്പോഴാണ് ഇവള് എന്റെ അടുത്ത് തന്നെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഷോക്കായിട്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന സാറും ഇതിനുമ്പ് ആ ബുക്ക് പബ്ലിഷ് ചെയ്ത കോമ്പറ്റീഷന് സിയാങ്ങ ജയിച്ചെന്ന് പറഞ്ഞ് എല്ലാവരോട് അനൗൺസ് ചെയ്യുമ്പോൾ അവള് ഭയങ്കര സന്തോഷത്തിൽ യാൻഷങ്ങിന് താങ്ക്സ് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ തവണ അവൾക്ക് ഫീസ് അടയ്ക്കാതെ സ്കോളർഷിപ്പ് കിട്ടും. അങ്ങനെ അതുകൊണ്ട് അവന് താങ്ക്സ് പറയുമ്പോൾ അവന് താങ്ക്സ് മാത്രം പോരാ എനിക്ക് ചെലവാണെന്ന് പറയും. അപ്പോഴാണ് അവള് ഷോക്കാന്ന്. എന്നിട്ട് ഈ സന്തോഷമായിട്ടുള്ള കാര്യം ക്ലാസ് കഴിഞ്ഞിട്ട് സിയാങ് അവളുടെ കൂട്ടുകാരോട് പറയുമ്പോൾ അവള് സന്തോഷത്തിൽ സിയാങ്ങാര മോളെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് സിയാന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഇവൾക്കൊരു ഹോട്ടലിൽ ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാനുള്ള അവസരം കിട്ടിയെന്ന്. അതുകൊണ്ട് അവൾ ഹാപ്പി ആയിട്ട് ഈ ഫ്രീ ഫുഡിന് തന്നെ യാൻഷങ്ങിനെ വിളിച്ചോണ്ടോന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് കൂട്ടുകാരിയും എങ്കിൽ പിന്നെ ഞാനും കൂടെ വന്നോട്ടെ
തന്നോട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവള് നീ കഴിച്ചേക്കാൻ മതി, ആദ്യം ഡയറ്റിക്ക് പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അന്ന് രാത്രി ഹോസ്റ്റലിൽ വെച്ച് ഇവിടെ യാൻഷങ് വിസിലടിച്ചൊക്കെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പം ഇവന്മാരുണ്ടേരും ഇവൻ അത്രയ്ക്ക് സന്തോഷം എന്തോ കാരണം എന്നറിഞ്ഞ് അവന്മാർക്കൊന്നും പിടിയെടുത്തില്ല. അപ്പോഴാണ് അവിടേക്ക് വന്ന് യാൻഷങ്ങും സിയാൻ നാളെ 6 മണിക്ക് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് വെച്ചേക്കാന്ന് മനസ്സിലാക്കി അവനും വരാന്ന് പറഞ്ഞ് മെസ്സേജ് ഇടും. എന്നിട്ട് അവൻ ആ ഫോൺ നോക്കി ചിരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവന്മാരുണ്ടേരും ഇവനെല്ലാം പ്രേതം പിടിച്ചെന്ന് പറഞ്ഞിട്ട് അവന്മാർ അന്തം വിട്ട് നിൽക്കും. അതിനുശേഷം അടുത്ത ദിവസം വൈകിട്ട് യുവാന് സിയാന്റെ കൂട്ടുകാരെ കാണാൻ വേണ്ടി ഹോസ്റ്റലിൽ വരുമ്പോഴാണ് ഇവളാണ് എങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ മേക്കപ്പ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കും. അതേസമയം ഇവിടെ സിയാനും അവന്റെ കൂടെ ഹോട്ടലിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമ്പം കൂട്ടുകാരി ഇങ്ങനെയാണോ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവളുടെ ഗെറ്റപ്പ് മൊത്തത്തിൽ അങ്ങ് ചേഞ്ച് ചെയ്ത് കൊടുക്കും. അതേസമയം ഇവിടെ യുവാനും അവളെ കാണാൻ വേണ്ടി ഹോസ്റ്റലിൽ പുറത്ത് നിന്നുകൊണ്ട് ഇവൾക്ക് മെസ്സേജ് അയക്കുമ്പോഴാണ് കൂട്ടുകാരി എങ്കിൽ പിന്നെ എനിക്ക് പോകാൻ സമയം എന്ന് പറഞ്ഞിട്ട് അവൾ ബായ് പറഞ്ഞ് പുറത്തേക്ക് അങ്ങ് ഇറങ്ങും. അതേസമയം ഇവനും അവൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റായിട്ട് സന്തോഷമായിട്ടിരിക്കുമ്പം ആ സമയം വരുന്ന യാൻഷങ്ങിനെ കണ്ട് ഇവന് പെട്ടെന്ന് പേടിച്ചു പോകും. അതുകൊണ്ട് യാൻഷങ് ആരെ കാണാനാ വന്നെന്ന് പറഞ്ഞ് ഇവനോട് ഇരിക്കുമ്പം ഇവന് ഷൈ ആയിട്ട് ചുമ്മാ ഈ വഴി കൂടെ അവൻ നടന്നു പോയതാന്നറിയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന കൂട്ടുകാരാണ് വിഷമിച്ചിട്ട് അവൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് അങ്ങ് കയറിപ്പോകും. ഇത് കണ്ട് അവനും ഇവളോട് ഇനി എന്തോ പറയുന്നറിയാതെ അവനും കുറച്ച് അപ്സെറ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം യുവാൻ അവിടെ നിന്ന് പോയതിനു ശേഷം യാൻഷങ് സിയാങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവള് വെറൈറ്റി ആയിട്ട് ഒരു കോസ്റ്റ്യൂം ഇട്ട് വരുന്നുണ്ട് ഇവനും വരുന്ന സിയാൻ തന്നെയാണെന്ന് പറഞ്ഞ് സ്റ്റണ്ണായി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അവൾ അടുത്തേക്ക് വന്നിട്ട് റെസ്റ്റോറന്റ് വരാതെ നീ എന്തിനാ ഇവിടേക്ക് വന്നെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവനും എന്തായാലും പോകുന്ന വഴിക്കാ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ട് ഇവളെയും വിളിച്ചോണ്ട് അവിടെ നടന്നു പോകും. അതേസമയം ഇവിടെ സിയാന്റെ കൂട്ടുകാരിയും എന്നെ കാണാൻ വന്നിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞ് അവൾ അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പം പെട്ടെന്ന് യുവാൻ ഇവൾക്ക് മെസ്സേജ് അയച്ച് നമുക്ക് ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇവളെ വേറൊരു സ്ഥലത്തേക്ക് വിളിക്കും. അതുകൊണ്ട് അവളാണ് സന്തോഷത്തി അപ്പം തന്നെ ആ ദുഃഖമൊക്കെ മറന്നിട്ട് അവനെ കാണാൻ വേണ്ടി പോകും. അതിനുശേഷം അവളും ബൈക്ക് വാടകയ്ക്ക് എടുക്കാന്ന് പറഞ്ഞ് നോക്കുമ്പം ഇവൻ ഈ ഡ്രസ്സ് ഇട്ടോണ്ട് ഇവൾക്ക് ഈ ബൈക്കിലേക്ക് കയറാൻ പറ്റുമെന്ന് ചോദിക്കും. അതുകൊണ്ട് അവളെങ്കിൽ പിന്നെ വിലക്കുറവിൽ നമുക്ക് ബൈക്കിൽ പോകാൻ പറ്റില്ല, ടാക്സി ബുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ ടാക്സി ബുക്ക് ചെയ്യും. അങ്ങനെ പോകുന്ന വഴിക്ക് അവനും ഇവള് ബുക്ക് ചെയ്തേക്കുന്ന ഒരു വില കൂടിയ റെസ്റ്റോറന്റ് അല്ലെന്ന് പറഞ്ഞ് ഇവളുടെ പൈസ ഉണ്ടോ അല്ല ഓസിന് കഴിക്കാനാണോ വിളിച്ചോണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവള് സത്യത്തിൽ ഓസിന് കഴിക്കാനേ വിളിച്ചോണ്ടെന്ന് പറയും. എന്നാൽ അളിയൻ ഇവിടെ തമാശയ്ക്കെല്ലാം കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോഴാണ് പോകുന്ന വഴിക്ക് ടാക്സി നിർത്തിയിട്ട് രണ്ടാൾക്കാരും കൂടെ കയറുമ്പോൾ ഇവനാണ് ഞെട്ടിപ്പോയി ഏതോമാരാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് അവളോട് ചോദിക്കും. അപ്പോഴാണ് അവളും നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന ഷെയർഡ് ടാക്സിയാന്ന് പറഞ്ഞിട്ട് ഇതാ ഉള്ളത് ചീപ്പെന്ന് പറയും. അപ്പോഴാണ് അവന് ഷോക്കായി. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇവളിങ്ങനെ ചീപ്പല്ലാത്ത സാധനങ്ങൾ ബുക്ക് ചെയ്യത്തില്ല. ഇതിന് അവസാനം വരെ അവനും കഷ്ടപ്പെട്ട് ആ ടാക്സി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അവസാനം അവരുടെ സ്റ്റോപ്പ് വന്ന് രണ്ടുപേരും കൂടെ ഇറങ്ങി പോകുമ്പോഴാണ് ഇവൻ ആശ്വാസത്തിൽ ഇതാണോട് നിന്റെ ഷെയർ ടാക്സി എന്ന് പറഞ്ഞിട്ട് അവന്റെ ജീവൻ കുറച്ച് സമയത്തിനുള്ളിൽ പോയെന്നറിയും. അപ്പോഴാണ് ഇവനെ കണ്ട് അവൾക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് ഇവിടെ യുവാനും എപ്പോഴത്തേം പോലെ തന്നെ അവൾക്ക് കഴിക്കാൻ വേണ്ടി 2 നൂഡിൽസ് വാങ്ങിച്ചിട്ട് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് സിയാന്റെ കൂട്ടുകാർ അവിടേക്ക് വന്നിട്ട് 2 ഓർഡർ ചെയ്തതിന് താങ്ക്സ് എന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് വന്നിരിക്കും. അപ്പോഴാണ് അവനും ഇതിനുമ്പ് കൊടുക്കാൻ പറ്റാത്ത ഗിഫ്റ്റ് എടുത്ത് ഇവളുടെ കൊടുത്തിട്ട് ഇവൾക്ക് വേണ്ടി ഇത് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളാൻ പറയും. അതിനുശേഷം അവളെ തുറന്നു നോക്കുമ്പോഴാണ് ഇത് എനിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് അവൾ സന്തോഷത്തി അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം പ്രിൻസ് ലൂവിന്റെ കുറെ ഗിഫ്റ്റാണ് അതൊക്കെ. ഇവൻ തന്നില്ല ഇവൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കത്തേ ഉള്ളു. അങ്ങനെ അവളും കാണാൻ ഹാൻസം എന്ന് പറയുമ്പോൾ അവന് സന്തോഷത്തി അവിടെ നിന്ന് ഷൈ ആയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവള് കാണിച്ചിട്ട് ഞാൻ പ്രിൻസ് ലൂ നിന്നെ കുറിച്ചാ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവള് സൈലന്റ് ആകും. അതിനുശേഷം അവനും നമ്മളെന്നെടുത്ത ഫോട്ടോസ് പെട്ടെന്ന് തന്നെ വരും പറഞ്ഞ് വരുമ്പോൾ ഇവൾക്ക് സെൻഡ് ചെയ്യാന്ന് പറയും. ഇതേ സമയം ഇവിടെ യാൻഷിങ് അവളുടെ കൂടെ ആ വില കൂടിയ ഹോട്ടലിലേക്ക് വരുമ്പോഴാണ് ഇവള് ഞാനാ സിയാന്ന് പറഞ്ഞ് ഇന്നലെ ബുക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ അറിയും. അതിനുശേഷം ആ സ്റ്റാഫിന് മനസ്സിലായിട്ട് ഇവൾ ആ ടേബിളിലേക്ക് വിളിച്ചോണ്ട് പോകും. കാരണം ഇവളുടെ ടേബിൾ മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന. അങ്ങനെ അവൾ ലക്കി ആയതുകൊണ്ട് ഹോസിനുള്ള ഡീലിൽ തന്നെ കിട്ടി. അങ്ങനെ ഇവളും കുറെ ഫുഡ് എടുത്തോണ്ട് 2 പ്ലേറ്റ് ആയിട്ട് വന്നിരിക്കുമ്പോഴാണ് യാൻഷങ് എനിക്ക് വേണ്ടി ഇങ്ങനെ കൊണ്ടുവരണ്ടായിരുന്നു പറഞ്ഞ് അവനത് എടുക്കാൻ വേണ്ടി പോകും. പക്ഷെ അവളാണ് 2 എനിക്കാന്ന് പറഞ്ഞിട്ട് അവളതൊക്കെ വെട്ടി വെടിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവൻ ഇതെല്ലാം കണ്ട് ചിരിച്ചോണ്ട് ഇവളുടെ ഹിപ്പാറ്റിയ ഫ്രണ്ടിനെ കണ്ടോന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവളും ഞാൻ കണ്ടേ ഒന്നുമില്ല, പക്ഷെ കഴിഞ്ഞ തവണ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടെന്ന് പറഞ്ഞിരുന്നപ്പോൾ അവൻ അവസാനം വരെ വന്നില്ലെന്നറിയും. ഇത് കേട്ട് അവനും കുറച്ച് അപ്സെറ്റോടെ ചിലപ്പോൾ എന്തേലൊക്കെ പ്രധാനപ്പെട്ട കാര്യം വന്നുകൊണ്ടായിരിക്കും വരാൻ പറ്റാത്തതെന്നറിയും. ഇത് കേട്ട് അവളാണ് ദേഷ്യത്തി എന്നാലും അത് അവൻ പറഞ്ഞുകൂടെന്ന് പറഞ്ഞിട്ട് ആ ഹിപ്പാറ്റിയ ഫ്രണ്ടിനോട് കുറച്ച് ദേഷ്യം കാണിക്കുമ്പം ഇവനോടല്ലേ ഈ ദേഷ്യമെല്ലാം കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരേശം വരാൻ പറ്റാത്തുള്ള കാരണം ആ ബുക്കിൽ തന്നെ എഴുതി വെച്ച് കാണുന്നറിയും. അതുകൊണ്ട് അവനെ കുറിച്ച് അങ്ങനെ തെറ്റിയിരിക്കലെന്ന് പറഞ്ഞ് ഇവനെ തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഞാൻ അവന് ഫോൺ നമ്പർ എഴുതി വെച്ചിട്ട് അവൻ എന്താ വിളിക്കാത്തെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം ഇവനും ഫോൺ നമ്പർ അവന് കിട്ടാത്തോണ്ട് ചിലപ്പോൾ ആ മെസ്സേജ് അവൻ കണ്ടു കാണത്തില്ലെന്ന് പറയും. കാരണം അന്ന് ടോങ് ഇവളുടെ ഫോൺ നമ്പർ കീറി കളഞ്ഞാണ്, അതുകൊണ്ടാണ് ഇവന് കിട്ടാത്ത. അല്ലെങ്കിൽ അന്നേ തന്നെ മനസ്സിലായതിന് സിയാൻ അവന്റെ ഹിപ്പാറ്റിയെന്ന്. അതിനുശേഷം ഇവിടെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം യുവാൻ അവളെ ഒന്ന് ഹോസ്റ്റലിൽ കൊണ്ടാക്കുമ്പോഴാണ് അവൾ ഈ ഗിഫ്റ്റിന് താങ്ക്സ് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവന് പോകുന്നതിന് മുമ്പ് ഇതിനുമ്പ് എന്നോട് നീ ചോദിച്ചതിന് എനിക്ക് സമ്മതമാണെന്ന് അവനും പറയും. അപ്പോഴാണ് അവൾക്കൊന്നും മനസ്സിലാവാതെ ഏത് ചോദ്യം എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം അവന് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും.
പോകും. പക്ഷെ പിന്നീടായിരിക്കും അവൾക്ക് മനസ്സിലാവുന്ന ഇവൾ അവന്റെ കൂടെ ഫ്രണ്ട് ആകണം എന്ന് പറഞ്ഞ് ചോദിച്ച ആ ചോദ്യത്തിന് അവൻ എസ് പറഞ്ഞെന്ന്. അതുകൊണ്ട് അവൾ സന്തോഷത്തി ഇപ്പൊ യുവാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കൂയിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ ഫുഡ് കഴിച്ചതിന് ശേഷം യാൻഷങ്ങും കുറച്ച് കെയറോടെ അവളെ കൊണ്ട് ബില്ല് അടപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് അവന് ബില്ല് വാങ്ങിക്കാൻ നോക്കുമ്പം ആ സ്റ്റാഫാണ് ഇവന്റെ ടേബിളിന് ഇന്ന് ബില്ലൊന്നില്ലെന്ന് പറയും. അതായത് ഇവർക്ക് എത്ര വേണമെങ്കിലും ഓസിന് കഴിച്ചോളാം. അപ്പൊ ഇതാണ് ഇത് കേട്ട് അവനാണ് ഞെട്ടിപ്പോയി. അപ്പൊ അവള് പറഞ്ഞ് സത്യമാണെന്ന് പറഞ്ഞിട്ട് ഇവനും കുറച്ച് കളി കളിക്കാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ അതിനുശേഷം അവനും തിരിച്ച് ടേബിളിൽ ചെന്നിരുന്നിട്ട് ഒരു വില കൂടിയ വൈൻ ഓർഡർ ചെയ്യുമ്പോഴാണ് അവളാണ് ഞെട്ടിപ്പോയി. ഈ വൈന് ഫ്രീ ആണോ പൈസ ആണെന്ന് അറിയാതെ അവൾ ആ സ്റ്റാഫിനോട് ചോദിക്കാൻ വേണ്ടി നോക്കും. പക്ഷെ ഇവിടെ യാൻഷങ്ങാണ് ജസ്റ്റ് ഡ്രിങ്ക്സ് അല്ലേ മോളെ എന്ന് പറഞ്ഞിട്ട് അവൻ ഫോഴ്സ് ചെയ്താൽ അങ്ങ് വാങ്ങിക്കും. കാരണം ഇത് സത്യത്തിൽ ബില്ലാണ്, ഇവർക്ക് ഫുഡ് മാത്രമേ ഉള്ളൂ ഫ്രീ. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.